എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ പിയാഷെയുടെ ഭൗതിക വികാസ ഘട്ടങ്ങളെക്കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ഫ്രോയിഡിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞനാണ് പിയാഷെ. പിയാഷെയുടെ ഭൗതിക വികാസ ഘട്ടങ്ങളെ പ്രധാനമായിട്ടും 4 തിരിക്കാം. ഒന്ന്, ഇന്ദ്രിയ കാലഘട്ടം, ജനനം മുതൽ 2 വയസ്സ് വരെയുള്ള കാലഘട്ടം. രണ്ടാമത്തത് പ്രീ ഓപ്പറേഷണൽ ഘട്ടം, 2 വയസ്സിന് ശേഷം 7 വയസ്സ് വരെ. മൂന്നാമത്തെ ഘട്ടം മൂർത്ത ചിന്താഘട്ടം അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷണൽ ഘട്ടം, 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെ. നാലാമത്തെ ഘട്ടം അമൂർത്ത ചിന്താഘട്ടം അഥവാ ഫോർമൽ ഓപ്പറേഷണൽ ഘട്ടം, 12 വയസ്സിന് ശേഷമുള്ള ഘട്ടം. ഇങ്ങനെ 4 ഘട്ടമായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഘട്ടം ഇന്ദ്രിയ ചാലകഘട്ടം അഥവാ സെൻസറി മോട്ടോ സ്റ്റേജ്, ജനനം മുതൽ 2 വയസ്സ് വരെയുള്ള ഘട്ടമാണ്. ഈ ഘട്ടം അനിശ്ചാഘട്ടത്തിൽ ആരംഭിച്ച് പ്രവർത്തനങ്ങളിലും പ്രത്യക്ഷാനുഭവങ്ങളിലും മാത്രം അധിഷ്ഠിതമായ ചിന്തയാണ്. 1-ാമത്തെ മാസം അനിശ്ചാ പ്രവർത്തനങ്ങളിൽ ഇവിടെ കടന്നുപോകും കുട്ടി. 1 മാസം മുതൽ 4 മാസം വരെ പ്രവർത്തനങ്ങൾ കുട്ടി ആവർത്തിക്കുന്നു. അതുകൊണ്ട് ഈ ഘട്ടം പ്രാഥമിക ചാക്രിക പ്രതികരണ ഘട്ടം എന്നും അറിയപ്പെടുന്നു. 4 മാസം മുതൽ 8 മാസം വരെയുള്ള ഘട്ടമാണ് അടുത്തത്. തൻ്റെ പ്രതികരണങ്ങൾക്ക് എന്ത് അനന്തരഫലം പ്രകൃതിയിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന് കുട്ടി വിലയിരുത്തുന്നു. അതുകൊണ്ട് ഈ ഘട്ടത്തെ 2-ാം ചാക്രിക പ്രതികരണ ഘട്ടമെന്ന് പറയുന്നു. പിയാഷെ ഈ ഘട്ടത്തിലെ കുഞ്ഞിനെ ഭ്രൂണാവസ്ഥയിലെ ശാസ്ത്രജ്ഞൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ബുദ്ധിവികാസത്തിൻ്റെ പടിവാതിൽ അഥവാ തുടക്കമായും ഈ ഘട്ടത്തെ കണക്കാക്കി വരുന്നു. അതായത് 4 മാസം മുതൽ 8 മാസം വരെയുള്ള ഈ ഘട്ടത്തെ. 8 മാസം മുതൽ 12 മാസം വരെയുള്ള ഘട്ടം, അതായത് 8 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള ഘട്ടമാണ്. ഇതുവരെ നേടിയെടുത്ത അറിവുകൾ ഈ ഘട്ടത്തിലാണ് കുട്ടി ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത്. 12 മാസം മുതൽ 18 മാസം വരെ. 3-ാം ചാക്രിക പ്രതികരണ ഘട്ടം ക്രിയാത്മകമായി അനുഭവജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ കുട്ടികൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു. ഈ ഘട്ടത്തിൽ 12 മാസം മുതൽ 18 മാസം വരെയുള്ളത്. 18 മാസം മുതൽ 24 മാസം വരെ, അതായത് 2 വയസ്സ് വരെ ഉൾക്കാഴ്ചാശേഷി കുട്ടി നേടുന്നു. ആശയഗ്രഹണ പാടവം, ഓർമ്മ ഇവയുടെ സഹായത്തോടെ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള പ്രശ്നപരിഹാരമാണ് ഉൾക്കാഴ്ചകൾ. ഇന്ദ്രിയ ചാലഘട്ടത്തിലെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറഞ്ഞാൽ കുട്ടി വാസ്തുസ്ഥൈര്യം ഒബ്ജക്റ്റ് പെർമനൻസ് നേടിയെടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിമിതി. വസ്തുക്കൾ ശാശ്വതമാണ് എന്ന് കുട്ടിക്ക് സങ്കല്പിക്കാനുള്ള കഴിവില്ലാത്തതാണ് ഈ ഘട്ടം. പിയാഷെയുടെ ഭൗതിക വികാസ ഘട്ടത്തിലെ 2-ാമത്തെ ഘട്ടമാണ് പ്രീ ഓപ്പറേഷണൽ ഘട്ടം അഥവാ മനോവ്യാപാര പൂർവ്വഘട്ടം. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടമാണത്. ഓപ്പറേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വൈജ്ഞാനിക പ്രക്രിയകളും ചിന്തയുമാണ്. സുവ്യക്തവും സമഗ്രവുമായ ചിന്താഘടനകളാണ് ഓപ്പറേഷനുകൾക്ക് സഹായകം. സ്വയം കേന്ദ്രീകൃത ചിന്ത, താൻ കാണുന്നത് പോലെയാണ് ലോകം, ഇതിലൂടെ മറ്റുള്ളവരുടെ വീക്ഷണഗതി ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയാണ്. കുട്ടി ഈ ഒരു അവസ്ഥയിൽ താൻ കാണുന്നത് പോലെയാണ് ലോകം എന്നാണ് കുട്ടിയുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ മറ്റുള്ളവരുടെ വീക്ഷണഗതി ഉൾക്കൊള്ളാൻ കുട്ടിക്ക് കഴിയുന്നില്ല. കുട്ടി നിൽക്കുമ്പോൾ അമ്പിളിമാമൻ നിൽക്കുന്നതായും കുട്ടി ഓടുമ്പോൾ അമ്പിളിമാമൻ ഓടുന്നതായും കുട്ടിക്ക് തോന്നുന്നത് ഇതുകൊണ്ടാണ്. ഈ ഒരു ഘട്ടത്തിലാണ് കുട്ടിക്ക് ഈ ഒരു കാഴ്ചപ്പാടുണ്ടാവുന്നത്. കേന്ദ്രീകരണം, വിവിധ സവിശേഷതകൾ ഉള്ള ഒരു വസ്തുവിൻ്റെ ഏതെങ്കിലും ഒരു സവിശേഷതയിൽ മാത്രം ഊന്നിക്കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്ന അവസ്ഥയാണ്. അതിനെയാണ് കേന്ദ്രീകരണം എന്ന് പറയുക. ഉദാഹരണം, 12 തവിട്ട് നിറത്തിലുള്ള മരക്കട്ടയും 6 വെള്ള മരക്കട്ടയും ഉണ്ടെങ്കിൽ മരക്കട്ടകളാണോ തവിട്ട് നിറത്തിൽ ഉള്ളവയാണോ കൂടുതൽ എന്ന് ചോദിച്ചാൽ കുട്ടിക്ക് കണ്ടെത്താനൊരു വിഷമമുണ്ടാവും. കൺസർവേഷൻ, കേന്ദ്രീകരണത്തിൻ്റെ മറ്റൊരു രൂപമാണിത്. പല പ്രത്യേകതകളുള്ള ഒരു വസ്തുവിൻ്റെ ഒരു പ്രത്യേകതയിൽ ഊന്നി ചിന്തിക്കാനുള്ള കഴിവാണ് കൺസർവേഷൻ. അവസ്ഥാസ്ഥിതീകരണം, ഒരു വസ്തു നിശ്ചലമായിട്ടുള്ള അവസ്ഥയിൽ മാത്രം ആ വസ്തുവിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന അവസ്ഥയാണ്. ചലനാവസ്ഥയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഭാവന ചെയ്യാൻ അല്ലെങ്കിൽ ചിന്തിക്കാൻ കുട്ടിക്ക് ഈ ഘട്ടത്തിൽ പ്രയാസമായിരിക്കും. ചിന്തയുടെ ദിശ മാറ്റൽ, കുട്ടിക്ക് ഒരേ ദിശയിൽ മാത്രമേ ചിന്തിക്കാൻ കഴിയുള്ളൂ ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ. ഉദാഹരണം, 1 കൂട്ടണം 7 സമം 8. ഇങ്ങനെ 1 കൂട്ടണം 7 8ആണെന്ന് കുട്ടിക്കറിയാം. പക്ഷേ 8 സമം ഏതൊക്കെ 2 സംഖ്യകൾ കൂട്ടിയാലാണ് 8 കിട്ടുകയെന്ന് കുട്ടിയോട് തിരിച്ചു ചോദിച്ചാൽ ഈ ഒരു അവസ്ഥയിൽ കുട്ടിക്കത് പറയാൻ കഴിയില്ല. സചേതന തത്വം ആരോപിക്കൽ, നിർജീവ വസ്തുക്കൾക്ക് പോലും ജീവനുണ്ട് എന്ന് ആരോപിക്കുന്ന അവസ്ഥയാണിത്. ട്രാൻസ്ട്രക്റ്റീവ് വിചിന്തനം, സാമാന്യത്തിൽ നിന്ന് സാമാന്യത്തിലേക്കും വിശേഷത്തിൽ നിന്ന് വിശേഷത്തിലേക്കും മാത്രം ചിന്തിക്കാനുള്ള കഴിവാണ് ട്രാൻസ്ട്രക്റ്റീവ് വിചിന്തനം.
ഇതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരേ വേഷത്തിൽ കാണുന്ന രണ്ട് വ്യക്തികളെ ഒരാളാണ് എന്ന് തോന്നുക. അതുപോലെ തന്നെ വ്യത്യസ്ത വേഷത്തിലെത്തുന്ന ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ സാധിക്കാതിരിക്കുക. ഇത്തരം കുട്ടിയുടെ മാനസികാവസ്ഥ പ്രീ ഓപ്പറേഷൻ ഘട്ടത്തിൽ ആയിരിക്കും ഉണ്ടാവുക, മനോവ്യാപാര പൂർവ്വഘട്ടത്തിലായിരിക്കും ഉണ്ടാവുക. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഇത്തരം ചിന്താരീതികൾ അല്ലെങ്കിൽ സവിശേഷ സ്വഭാവം കാണുന്നത്. ശ്രദ്ധിക്കുക, പ്രീ ഓപ്പറേഷണൽ ഘട്ടം അഥവാ മനോവ്യാപാര പൂർവ്വഘട്ടത്തിലെ കുട്ടിക്ക് കേന്ദ്രീകരണം, കൺസർവേഷൻ, റിവേഴ്സിബിലിറ്റി ഈ 3 പരിമിതികളും കുട്ടിക്ക് ഉണ്ടാവും. കാരണം ഈ 3 ശേഷികളും കുട്ടി നേടിയിട്ടുണ്ടാവില്ല. പിയാഷയുടെ ഭൗതിക വികാസ ഘട്ടത്തിലെ 3ാമത്തെ ഘട്ടമാണ് മൂർത്ത ചിന്താഘട്ടം അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷണൽ പീരീഡ്. 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള ഘട്ടമാണ് ഇത്. ഈ ഘട്ടത്തിലെ കുട്ടി റിവേഴ്സിബിലിറ്റി, കേന്ദ്രീകരണം, കൺസർവേഷൻ എന്നീ പരിമിതികളൊക്കെ തന്നെ തരണം ചെയ്തിട്ടുണ്ടാവും. കേന്ദ്രീകരണം എന്താ നമുക്കറിയാം. വിവിധ സവിശേഷതകളുള്ള ഒരു വസ്തുവിനെ ഏതെങ്കിലും ഒരു സവിശേഷതയിൽ മാത്രം ഊന്നിക്കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്ന അവസ്ഥ. 12 തവിട്ട് നിറത്തിലുള്ള മരക്കട്ട, 6 വെള്ള മരക്കട്ടയും ഉണ്ട് എങ്കിൽ മരക്കട്ടകളാണോ തവിട്ട് നിറത്തിലുള്ള മരക്കട്ടയാണോ കൂടുതൽ ഉള്ളതെന്ന് ചോദിച്ചാൽ കുട്ടിക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഈ ഒരു ഘട്ടത്തിലാണ്. അതുപോലെ തന്നെ കൺസർവേഷൻ, കേന്ദ്രീകരണത്തിൻ്റെ മറ്റൊരു രൂപമാണ്. പല പ്രത്യേകതകളുള്ള ഒരു വസ്തുവിൻ്റെ ഒരു പ്രത്യേകതയിൽ ഊന്നി ചിന്തിക്കാനുള്ള കഴിവാണ് കൺസർവേഷൻ. കുറേ കഴിവുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രത്യേകത ഉള്ള ഒരു വസ്തുവിൻ്റെ ഒരു പ്രത്യേകതയെ മാത്രം ഊന്നിയിട്ട് ചിന്തിക്കാൻ കുട്ടിക്ക് കഴിയുന്ന ഒരു അവസ്ഥയാണ് കൺസർവേഷൻ. അമൂർത്ത ആശയങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ കുട്ടി നേടിയെടുത്തിട്ടുണ്ടാവില്ല. പിയാഷയുടെ ഭൗതിക വികാസ ഘട്ടങ്ങളിൽ 4ാമത്തെയും അവസാനത്തെയും ഘട്ടമാണിത്, അമൂർത്ത ചിന്താഘട്ടം അഥവാ ഫോർമൽ ഓപ്പറേഷണൽ ഘട്ടം. 12 വയസ്സിന് ശേഷമുള്ള കുട്ടികളാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെടുന്നത്, അമൂർത്ത ചിന്താഘട്ടത്തിൽ അഥവാ ഫോർമൽ ഓപ്പറേഷണൽ ഘട്ടത്തിൽ ഉൾപ്പെടുന്നത്. ബുദ്ധിവികാസത്തിൻ്റെ അവസാന ഘട്ടമെന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഈ അമൂർത്ത ചിന്താഘട്ടത്തിലെ കുട്ടി ഡിസെൻഡിങ് എന്നുള്ള ശേഷി നേടിയെടുക്കും. ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത സവിശേഷതകളെ ഒരേ സമയത്ത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിനെ നമ്മൾ ഡിസെൻഡിങ് എന്ന് പറയുക. കേന്ദ്രീകരണം എന്ന ശേഷി കുട്ടി അതിജീവിക്കും. പിയാഷയുടെ ഭൗതിക വികാസ ഘട്ടത്തെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി.